അല്ലാതെ മറ്റുള്ളവർ വരെ പക്ക ഉടായ്പ വരില്ല. അങ്ങനെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ന്യൂസ് എന്താണ് ഞാൻ ഇവിടെ കൊടുക്കാം. അറിയാവുന്ന കാര്യമാണ്, ഓണം, ക്രിസ്മസ്, മോഡൽ, ഫൈനൽ എക്സാം, ഈ എക്സാമിന്റെ സമയത്തൊക്കെ പല യൂട്യൂബ് ചാനലുകളും നിങ്ങൾ ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ലൈവ് ചെയ്യാണ്. ആലോചിച്ച് നോക്കുക, ഈ ലൈവ് കൊണ്ട് ആർക്കാണ് നേട്ടം ആ ചാനലിന്റെ ഉടമക്ക് മാത്രമാണ്. കാരണം വെച്ചാൽ അവർക്ക് വ്യൂസ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും, അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പൈസ കിട്ടും. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ഇതൊരു ടെമ്പററി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതുപോലെ ലൈവുകൾ കാണാൻ പറ്റൂല. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ പ്രഡിക്ഷൻ വീഡിയോസും വരാനും പോകുന്നില്ല. നല്ല രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ട്. ഇപ്പോ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. കാരണം ഒരു ഫുൾ ഡേ ഇരുന്ന് പഠിക്കുന്നതിന് പകരം ഒരു 2 മണിക്കൂർ ലൈവ് കണ്ടിട്ട് അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നാല് നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഉറപ്പായിട്ട് മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അത് ടെമ്പററി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നശിക്കും. സത്യത്തില് ഇതുപോലുള്ള ലൈവ് കൊണ്ട്, യൂട്യൂബ് ചാനലുകളുടെ ലൈവ് കൊണ്ട് നശിക്കുന്നത് പിള്ളേരുടെ ഭാവിയാണ്, പിള്ളേരുടെ പഠിക്കാനുള്ള കഴിവിനെയാണ് അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ഈ വീഡിയോ കാണുന്ന മക്കള് അവർക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിന്റെ പേര് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യായിരിക്കും. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എനിക്ക് സർക്കാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാം. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ചില യൂട്യൂബ് ചാനലുകളില് 4 മണിക്കൂറൊക്കെയാണ് ലൈവ്. അവർ ചെയ്യുന്ന കാര്യം വെച്ചാൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവർ വരെ പക്ക ഉടായ്പ വരില്ല. അവർക്കെതിരെയല്ല ഈ വീഡിയോ. പകരം പിള്ളേരുടെ ഭാവി തെറ്റിക്കുന്ന, പിള്ളേരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാട്സപ്പ് ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, അവർക്കെതിരെയാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുക.